കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത്. വെള്ളിലോടാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഇത് വനത്തോട് ചേർന്ന പ്രദേശമാണോ? ഈ പ്രദേശത്ത് ആളുകൾക്ക് ഏത് തരത്തിലെ ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പുകൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഗോകുൽ, ശിവപുരം വെള്ളിലോട് മേഖലയിൽ ഇന്ന് വൈകിട്ട് മുതലാണ് ഈ കാട്ടുപോത്തിനെ നാട്ടുകാർ അവിടെ ജനവാസ മേഖലയിലും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉള്ള കവലയിലൊക്കെ ഈ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ആ ഭീതിയിലാണ് ജനങ്ങളുള്ളത്. ഇപ്പോൾ വനം വകുപ്പിന് വിവരമറിയിച്ച് വനം വകുപ്പ് സംഘം ആ സ്ഥലത്തുണ്ട്. ഇതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശിവപുരം മേഖലയിൽ കാടുകളുള്ള സ്ഥലമാണ്. അവിടെ മുമ്പും ഇത്തരത്തിൽ വന്യജീവികൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാട്ടുപോത്ത് ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയത് ഇങ്ങനെ കണ്ടതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ ജനവാസ മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഇതിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കാട്ടുപോത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, കണ്ണൂർ വെള്ളിലോട് ഭാഗത്താണ് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം. ഏതായാലും അപകടകരമായ സാഹചര്യമില്ല, ആശങ്കപ്പെടേണ്ട എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ വനംവകുപ്പ് ഒരു വശത്ത് ഇതിനെ തുരത്താൻ കാട്ടിലേക്ക് തിരികെ ഓടിക്കാനുള്ള ശ്രമം തുടരുന്നുമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.